ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കുറച്ച് തിരക്കിൽ വിട്ടു പോയതാണ് കേട്ടോ. പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർദ്ധനയാളുടെ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അത് മിസ്സാക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ പുണ്യാളൻ നമ്മളെ കാണാൻ വേണ്ടി കൊല്ലത്തിൽ ഒരുക്കി വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അൽത്താര നവീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അൽത്താര അലങ്കരിച്ച D2 ഇവൻറ്റ്സ് ആയിരുന്നു. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ്, അതും ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത നമുക്ക് 2 പെരുന്നാളുള്ളത്. ഒന്ന് മെയ്യിൽ, അതായത് അമ്പ് പെരുന്നാൾ, പിന്നെ വർദ്ധനയാളുടെ പെരുന്നാൾ. വർദ്ധനയാളുടെ പെരുന്നാളിലാണ് കുറച്ചും കൂടി ആൾക്കാർ കൂടുതലുണ്ടാകുന്ന ആളാണ് പ്രത്യേകത. കാരണം വെച്ചാൽ നാനാ ജാതി മതസ്ഥർ വന്ന് വരുന്നൊരു പെരുന്നാളാണ് നമ്മുടെ വർദ്ധനയാളുടെ പെരുന്നാൾ. അതുപോലെ ഞായറാഴ്ച സമയങ്ങൾ ഉച്ചതിരിഞ്ഞിട്ട് പ്രദക്ഷിണം, അതായത് പുണ്യാളൻ നാട് കാണാൻ ഇറങ്ങുന്ന സമയമാണ് ഉച്ചതിരിഞ്ഞിട്ട് കുർബാനയ്ക്ക് ശേഷം. അതുപോലെ തന്നെ നമുക്ക് വള ഉണ്ടാവാറുണ്ട്, അങ്ങാടി വള. ഇങ്ങനെ 2 പരിപാടിയാണ് ഞായറാഴ്ച ദിവസങ്ങൾ ഉണ്ടാവുക. അമ്പ് പെരുന്നാളിനേക്കാളും കുറച്ചും കൂടിയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പെരുന്നാളെന്ന് വർദ്ധനയാളുടെ പെരുന്നാളാണ്. ആള് ഈ കുതിരപ്പുറത്തിരുന്ന് പ്രദക്ഷിണത്തിന് പോകുന്നൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മിസ്സാകാൻ ഒരു മൊമെൻ്റാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് പുണ്യാളനെ കാണാനായിട്ട്. അതുപോലെ നമ്മൾ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് അങ്ങാടി വിളക്കുള്ള മാലാഖമാർ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. രാഘദീപും കോട്ടപ്പടി സുരേന്ദ്രനായിരുന്നു. അങ്ങനെ രാത്രി വളരുന്നുള്ളൂ. 10:30 വളകയറിന് മുമ്പ് പ്രദക്ഷിണം കയറുമ്പോൾ വെടിക്കെട്ടായിരുന്നത്. അടിപൊളി വെടിക്കെട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ. അതുപോലെ നമ്മൾ അത് കഴിഞ്ഞ് വള കാണാൻ പോയപ്പോൾ നമ്മുടെ മാലാഖമാരെ അടിപൊളി നിർത്തണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാനായിട്ട്. നല്ലൊരു ക്യൂട്ട് മാലാഖമാരായിരുന്നു. അത് ബാൻഡ് സെറ്റിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ പന്തലായിരുന്നത്, പെരുന്നാൾ പന്തലായിരുന്നത്. അത് കഴിഞ്ഞ് നൈറ്റ് 10:30 ആയപ്പോൾ എന്താ പറയുക, പ്രദക്ഷിണമല്ല, വള കയറി എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് 10:30 നമുക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ നമ്മുടെ വെടിക്കെട്ട്, അത് തന്നെ ഒഴിച്ചുവിടാൻ വേണ്ടി പരിപാടിയാണ്. പ്രദക്ഷിണം കയറി കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട്, അടിപൊളി വെടിക്കെട്ടോട് കൂടിയിട്ട് നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പെരുന്നാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഓക്കെ, ബൈ ഗായ്സ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.